ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 15 സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ എലിവേഷൻ ഡിസൈനുമാണ്. ഒരു വീടിന്റെ 3D പ്ലാനൊക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ സാധാരണ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു വീടിന്റെ പ്ലാനും എലിവേഷൻ ഡിസൈനൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ പ്ലാനോ 3D ഒന്നുമില്ല. ഈ വീഡിയോയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ 3D പ്ലാൻ, അതുപോലെ ആ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഞാൻ അനുരാസിന്റെ പുതിയ വീഡിയോയിലായിരുന്നു സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു വർക്കാണ്. അത് നമ്മൾ ഫുൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതല്ല, നമ്മൾ അതിന്റെ സൂപ്പർവിഷൻ ആണ് വരുന്നത്. ഇതിന്റെ ഒരു പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് ഫ്രണ്ടിൽ ഇത്ര മീറ്റർ, സൈഡിലേക്ക് ഇത്ര മീറ്റർ എന്നുള്ള ഒരു സെറ്റ് ബാക്ക് കൊടുത്തതിന് ശേഷമാണ് നമുക്കൊരു പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ലൈൻ സ്കെച്ച് പോലെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ വരുന്ന ഒരു പ്ലാൻ തയ്യാറാക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. 2000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് മതി എന്നുള്ളതാണ്, ഏരിയ മതി എന്നുള്ളതാണ് ക്ലയന്റ് പറഞ്ഞിട്ടുള്ളത്. 2000-2200 ഒക്കെ വരെ പോവാം. അപ്പം അതിൽ നിൽക്കുന്ന ഒരു പ്ലാനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത് 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലും, അങ്ങനെ ആകെ 4 ബെഡ്റൂമുകളാണ് വേണ്ടത്. നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ലേഔട്ടിൽ കിച്ചൺ ഇന്ന സ്ഥലത്ത് വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും നമ്മൾ അങ്ങനെ വാസ്തുപരമായിട്ട് വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നമ്മൾ ആ ഒരു വാസ്തുവിൻ്റെ അളവിൽ പ്ലാൻ വരച്ചിട്ട് അത് അവർക്ക് ക്ലയന്റിന് കൊടുക്കും. ക്ലയന്റ് അവർക്ക് അല്ലെങ്കിൽ വിശ്വാസമുള്ള ആരെക്കൊണ്ടെങ്കിലും നോക്കിച്ചിട്ട് പിന്നെ വ്യത്യാസം ഉണ്ടെങ്കിലാണ് നമ്മൾ പ്ലാൻ കറക്റ്റ് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. പ്ലോട്ട് വരുന്നതെന്ന് അല്ല, നമുക്ക് ഈ ഒരു ബൗണ്ടറിയുടെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൺ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചൺ തന്നെ വരച്ച് തുടങ്ങാം. ഇവിടെയായിട്ട് കിച്ചൺ, ഇതിൽ കിച്ചൺ നമുക്ക് ജസ്റ്റ് ഒരു ഓപ്പൺ കിച്ചൺ പോലെ മാത്രം മതി, അല്ലാതെ അതിൽ വർക്ക് ഏരിയ കാര്യങ്ങളൊന്നും വേണ്ടതില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കിച്ചൺ കൊടുക്കുകയാണ്. പിന്നെ 2 ബെഡ്റൂമുകൾ, ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് ബെഡ്റൂമുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ അതിൻ്റെ അളവുകൾ നോക്കിയ സമയത്ത് 2 ബെഡ്റൂമുകൾ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ അടുത്ത ബെഡ്റൂം, ഇതിൻ്റെ ഇടയിലായിട്ട് 2 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എന്നുള്ള രീതിയിലാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇവിടെ അങ്ങനെ അതിൻ്റെ ഒരു സ്പേസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കോർണറിൽ 2 കോർണറുകളിലായിട്ട് 2 ബെഡ്റൂമുകൾ ഉണ്ട്. ഇനി ഈ ഒരു പോർഷനിൽ ഇതിലേതെങ്കിലും ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ് ആ ഒരു രീതിക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഈ ബാത്റൂമിനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ബെഡ്റൂമിന് നമുക്കിവിടെ കൊടുക്കാനുള്ള സ്പേസ് വരുന്നില്ല, അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ഈ ബെഡ്റൂമിനുള്ള അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കോമൺ ബാത്റൂം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ഒരു പോർച്ച് വേണം. അത് നമ്മൾ വീടിനോട് അറ്റാച്ച് ചെയ്തിട്ടല്ല, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പോർച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഒരു സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മളൊരു സിറ്റ് ഔട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ ആയിട്ട് ലിവിങ് സ്പേസും വരുന്നുണ്ട്. ഇനി ഇവിടെയാണ് ഡൈനിങ് ഏരിയ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ കിച്ചനോട് ചേർന്ന് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊരു വാഷ് കൗണ്ടർ നമ്മളിപ്പോൾ പുറത്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് അപ്പോൾ ഇതിലേക്കുള്ള വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുകയും ചെയ്യും. ഇവിടെ ആയിട്ട് നമുക്ക് വാഷ് ഏരിയ സെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ വേറൊരു കാര്യം, നമ്മുടെ സ്റ്റെയർ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ജസ്റ്റ് 2 ബെഡ്റൂമുകൾ മാത്രം മതി, അറ്റാച്ച്ഡ് ബാത്റൂം എടുക്കാം. അല്ലാതെ ഒരു അപ്പർ ലിവിങ് സ്പേസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഇടയിൽ വരുന്ന ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ സ്റ്റെയർ റൂം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പ്ലാൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോർഷൻ ഫസ്റ്റ് ഫ്ലോറിലുണ്ടാവും, അതുപോലെ ഈ ഒരു പോർഷൻ ഫസ്റ്റ് ഫ്ലോറിലുണ്ടാവും. 2 ബെഡ്റൂമുകൾ, അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ സ്റ്റെയർ റൂമിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു പാസേജ് പോലെ ചെറിയൊരു പോർഷൻ ഈ റൂമിലേക്കും ഈ റൂമിലേക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള
ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്പേസ് എവിടെയും വേസ്റ്റേജ് വരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ലിവിങ് ഏരിയയിലേക്ക് കിടക്കുന്നു. ഇവിടെ നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു TV യൂണിറ്റും കൊടുക്കാവുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഒരു പാസേജ് വഴി ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുന്നു. ഇവിടെ ഡൈനിങ് ടേബിൾ, ഇവിടെ നിന്ന് കിച്ചൺ ഈ ഒരു ലെങ്ത്തിൽ തന്നെ ഉണ്ടാവും. ഡൈനിങ്ങിൻ്റെ അളവിൽ തന്നെ കിച്ചൺ കൊടുക്കുന്നു. ഇത് ഇവിടെ പുറത്തേക്കുള്ള ഡോറ് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്പൺ കിച്ചൺ, ഡൈനിങ്, വാഷ് ഏരിയ, 2 ബെഡ്റൂമുകൾ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിൽ വരയ്ക്കുന്ന സമയത്ത് 2 ബാത്റൂമിനുള്ള സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഒരു ബാത്റൂമിനുള്ള സ്പേസ് ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബാത്റൂം ഇവിടെ മാറ്റുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇനി ഇതിനെ നമുക്ക് CAD ഡ്രോയിങ് ആയിട്ട് മാറ്റാം. നമ്മുടെ പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഈ ഭാഗത്തായിട്ടൊരു പോർച്ച് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സിറ്റ് ഔട്ട്. ഒരു ലിവിങ് ഹാള് വരുന്നുണ്ട്. ലിവിംഗ് നിന്നും ഇവിടെ ഒരു പാസേജ് ഡൈനിങ്ങിലേക്ക്, കിച്ചൺ, 2 ബെഡ്റൂമുകൾ, 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ വരുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ്. 2 ബെഡ്റൂമിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാനിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു 3D കട്ട് ഓഫ് പ്ലാൻ ചെയ്യണം. വീടിൻ്റെ പ്ലാൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? 2200 താഴെ വരുന്ന ഒരു പ്ലാനാണ്. പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇത് തീർക്കുകയല്ല. നമുക്ക് വേറെ സൈറ്റിൽ പോകാനോ അങ്ങനെയൊക്കെ ആയിട്ട് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ടൈമുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഇത് ചെയ്ത് തീർത്താൽ മതി. ഇനി എനിക്ക് വേറെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ പ്ലാൻ മാത്രമാണ് വരയ്ക്കുന്നത്. ഇനി ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിരിക്കും ഈ ഒരു ഇതിൻ്റെ 3D കട്ട് ഓഫ് പ്ലാൻ നമുക്ക് വേണമല്ലോ. അതിൻ്റെ 3D വരയ്ക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എലിവേഷൻ ഡിസൈൻ വരയ്ക്കണം. പിന്നെ ഇൻറ്റീരിയർ ചെയ്യുന്നത് വെച്ചാൽ അത് ലാസ്റ്റിലായിരിക്കും ചെയ്യുന്നത്. കാരണം വീടിൻ്റെ എലിവേഷൻ അതുപോലെ ഇൻറ്റീരിയർ ഒരുമിച്ചാണ് നമ്മൾ 3D ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഇനിഷ്യൽ ഒരു കോൺസെപ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു ഡിസൈൻ അവർക്ക് കൊടുക്കും. ഇനി അവർക്കത് ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഇൻറ്റീരിയർ ചെയ്യും. അല്ലെങ്കിൽ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ ചിലപ്പോൾ എലിവേഷനിൽ വരുത്തിയേക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഫൈനൽ സ്റ്റേജിലാണ്. പ്ലാൻ ഫൈനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻറ്റീരിയർ അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ ഫൈനലൈസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഇനീഷ്യൽ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നതാണ്. 2-3 ദിവസത്തെ വീഡിയോ ആയിരിക്കും ഇത് കട്ട് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വീടിൻ്റെ പ്ലാൻ സെറ്റ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 3D പ്ലാൻ വരയ്ക്കാനായിട്ട് പോകണം. നമുക്ക് ഇനി 3D എലിവേഷൻ കൂടി വരയ്ക്കണം. ഇത് രണ്ടൊന്നും എന്തായാലും നടക്കില്ല. കാരണം ഞാനിപ്പോൾ ഞങ്ങളുടെ ഒരു സൈറ്റിൽ ബെൽറ്റിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് പോന്നിട്ടുള്ളൂ. ഇപ്പോൾ നൈറ്റ് ഇരുന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു 3D പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിനുശേഷം എലിവേഷൻ ചിലപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഫുൾ സംഭവങ്ങൾ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ 3D പ്ലാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ഒരു 3D പ്ലാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട്, ചെറിയൊരു സിറ്റ് ഔട്ട്. അവിടെ നിന്നൊരു ലിവിങ് ഹാളിലേക്ക് വരുന്നു. ലിവിങ് ഹാളിൽ നിന്നും നമുക്കിവിടെ ഒരു പാസേജ് പോലെ വരുന്നുണ്ട് ഡൈനിങ്ങിലേക്ക്. അതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങോട് ചേർന്ന് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാവുന്നതാണ്. ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതിലൊരു ബേ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം, ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ ഒരു ബേ വിൻഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും പുതുതായിട്ട് ഫസ്റ്റ് ഫ്ലോറിലില്ല. ബാൽക്കണിയൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഓപ്പൺ ഡ്രസ്സൊക്കെ ആയിട്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. പിന്നെ 3D പ്ലാൻ കണ്ടല്ലോ. പിന്നെ നാളെ ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്യണം. അപ്പോൾ നാളെ മിക്കവാറും അത് തീർക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് നാളെ സൈറ്റിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നാളെ കാണാം. 2200 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പ്ലാനിങ്ങിൻ്റെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ അതിൻ്റെ പ്ലാനും അതിൻ്റെ 3D പ്ലാനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ 3D എലിവേഷൻ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള 3D ആണ്. സ്ലോ പ്രൂഫ് കൊടുത്തിട്ടൊക്കെയാണ് ഒരു 3D ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു 3D കാണാം.
അങ്ങനെ നമ്മൾ 3 ദിവസം കൊണ്ടാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ 3D പ്ലാൻ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്നതാണ്. നമുക്ക് ഇതിനെ റിവൈസ് ചെയ്ത് ഇനിയും പ്ലാനുകളിൽ മാറ്റം വരുത്താനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ക്ലയൻറ്റിന് കൊടുക്കും. പിന്നെ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് നമ്മൾ സാധാരണ എല്ലാ എവിടെയും പറയാനുണ്ടാവും. കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. കാരണം നമുക്ക് ഇതിൻ്റെ സൂപ്പർവിഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം. സാധാരണ ചെയ്യുന്ന പോലെ ഫുൾ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിൻ്റെ എത്ര കോസ്റ്റ് വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.